ബജാജിൻ്റെ ഏറ്റവും പുതിയ വേഗ P9018 എന്ന് പറയുന്ന മോഡൽ ഒറ്റ ചാർജിൽ 296 കിലോമീറ്റർ ഓടും. പക്ഷേ ആ വാഹനത്തിൻ്റെ വില 4,41,000 രൂപയാണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഈ വാഹനം പ്രോഫിറ്റബിൾ ആണോ? എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് കണക്കുകളൊന്ന് നോക്കാം. ഒരു ഡീസൽ ഓട്ടോയുടെ ചിലവ് നമുക്ക് നോക്കാം. ശരാശരി ഇപ്പം 150 കിലോമീറ്റർ ആണ് നമ്മളൊരു ദിവസം ഓടുന്നതെന്നിരിക്കട്ടെ. നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് മൈലേജ് തരുന്ന 25 കിലോമീറ്ററോളം ആയിരിക്കും. അപ്പോൾ 95 രൂപ നമ്മൾ ഡീസലിന് കണക്ക് കൂട്ടിയാൽ പോലും 570 രൂപ ഒരു ദിവസം നമുക്ക് ഡീസൽ ഓട്ടോയ്ക്ക് ചിലവാകും. ഇനി ഇലക്ട്രിക് ഓട്ടോയുടെ കോസ്റ്റ് നമുക്ക് നോക്കാം. ഇത് നമുക്കൊരു ഫുൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ 17 യൂണിറ്റ് കറണ്ടാണ് നമുക്ക് 17 കിലോ വാട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 10 രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ പോലും 170 രൂപയാണ്. അപ്പോൾ നമ്മൾ ഡീസലായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 570 നിന്ന് നമ്മൾ 170 കുറച്ചാൽ ഒരു ദിവസം 400 രൂപയാണ് ലാഭം. അപ്പോൾ ഒരു ദിവസം 400 രൂപ ലാഭം, ഒരു മാസത്തേക്ക് വരുമ്പോൾ 12,000 രൂപ ലാഭം. ഇനി ഒരു കൊല്ലത്തേക്കാണെങ്കിലോ 1,44,000 രൂപയും, 5 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ 7,20,000 രൂപയാണ് ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓട്ടോയുടെ വില എത്രയാണ്? 4,41,000 രൂപ. അപ്പോൾ 5 വർഷത്തേക്ക് നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ സേവിങ്സ് എത്രയാണ്? 7,20,000 രൂപ. അപ്പോൾ ഇത് ലാഭമാണോ നഷ്ടമാണോ? ഇതിൻ്റെ മെയിൻ്റനൻസിനെ സംബന്ധിച്ച് വരുമ്പോഴേ മറ്റുള്ള ഡീസൽ പെട്രോൾ ഓട്ടോകളിനേക്കാളും വളരെ കുറവാണ്. ഇനി നിങ്ങൾ തീരുമാനിച്ചിട്ട് പറ, ഇത് ലാഭമാണോ നഷ്ടമാണോ എന്ന്.